ഹലോ. അപ്പോൾ ഇന്ന് പുറത്തിരുന്ന് കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം കേട്ടോ. നമ്മൾ പൊതുവേ കുറേ ഗ്രാമർ കാര്യങ്ങളും ഒക്കെ കുറേ പഠിക്കാറുണ്ട്. പല സമയത്തും നമുക്ക് സാധാരണ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, ഈ കാര്യങ്ങൾ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കുറേ കമൻറ്റുകൾ ഇടയ്ക്ക് വരാറുണ്ട്. ഗ്രാമർ നമുക്ക് വേണം കേട്ടോ സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഗ്രാമർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു 16 വീഡിയോയുള്ള പ്ലേലിസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ യൂസ്ഫുള്ളാണ്. കുറേ പേര് അത് വെച്ചിട്ട് നന്നായിട്ട് ഗ്രാമർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് തുടങ്ങുകയാണെങ്കിൽ അത് കണ്ടു പഠിക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അവസാനം നോക്കിയാൽ അതവിടെ ഉണ്ടാവും കേട്ടോ. ഇനി നിങ്ങൾ ജോലിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഐൽസൊക്കെ എഴുതാനൊക്കെ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ എൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. സിസ്റ്റമാറ്റിക്കായിട്ട് കോഴ്സായിട്ട് ഉണ്ടാക്കിയതാണ്. കോഴ്സ് വെബ്സൈറ്റിലാണ് കിട്ടുക. ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ എൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ മതി, easyenglishwithvinny.com. ഇനി ഞാൻ പുതുതായിട്ട് ഐൽസിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഐൽസ് നന്നായി പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഞാൻ തന്നെ എടുക്കുന്നതാണ്. അതെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇമെയിൽ അയച്ചാൽ മതി, easyenglishwithvinny@gmail.com. പിന്നെ ഇനി കുറേ ആൾക്കാർ പറയാറുള്ളത് വീട്ടമ്മമാർക്ക് വാട്സപ്പ് വഴിയാണ് എളുപ്പം, വെബ്സൈറ്റൊന്നും ഞങ്ങൾക്ക് പറ്റില്ലേ അങ്ങനെ പറയാറുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു ഗ്രാമറൊന്നും ഫോക്കസ് ചെയ്യാത്ത കോഴ്സാണ്. ഞാനൊരു പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, TPRS മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ രീതിയിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. ഗ്രാമറൊന്നും നമ്മൾ പറയില്ല, നമ്മൾ സംഭാഷണങ്ങൾ പറഞ്ഞ് പഠിക്കാൻ അങ്ങനെ. അപ്പോൾ വാട്സാപ്പിലൂടെയുള്ള 2 മാസത്തെ ഒരു കോഴ്സ്, അതൊരു ബിഗിനേഴ്സ് കോഴ്സാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പ് നമ്പറിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടും. അതിന് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. എല്ലാ ഡീറ്റെയിൽസും ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു സ്റ്റോറിൽ പോകുമ്പം അല്ലേ, പുറത്തൊക്കെ താമസിക്കുക, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചാൽ അത് റിട്ടേൺ ചെയ്യാനുള്ള ഒരു കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും ആ സംഭാഷണം ഉണ്ടാവുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിച്ചിട്ട് റിട്ടേൺ ചെയ്യുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ അയാൾ ഇംഗ്ലീഷാണ് സംസാരിക്കുക, എന്നാൽ പിന്നെ റിട്ടേൺ ചെയ്യേണ്ടതെന്നൊന്നും വിചാരിക്കരുത്. സാധാരണ സംഭാഷണങ്ങളിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ടീഷർട്ട് വാങ്ങിച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണോ? അല്ല, വേറൊരു നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു ആരെങ്കിലും, മോനോ അച്ഛനോ ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് ഒരു ടീഷർട്ട് വാങ്ങിച്ചു. പക്ഷേ ടീഷർട്ട് അവർ ഇട്ട് നോക്കുമ്പോൾ ഫിറ്റ് ആവുന്നില്ല, അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ കടയിൽ പോയി, എന്നിട്ട് എന്താ പറയുക? എനിക്ക് ഈ ടീഷർട്ട് ഒന്ന് തിരിച്ചു കൊടുക്കണം. എങ്ങനെ പറയും? ഐഡ് ലൈക്ക് ടു റിട്ടേൺ. റിട്ടേൺ എന്ന് വെച്ചാൽ തിരികെ കൊടുക്കുക. ഐഡ് ലൈക്ക് ടു എന്ന് വെച്ചാൽ ഐ വുഡ് ലൈക്ക് ടു. ഐഡ് ലൈക്ക് ടു റിട്ടേൺ, തിരിച്ചു നൽകണം. എന്ത്? ദിസ് ടീഷർട്ട്. ആ ടീഷർട്ടിങ്ങനെ എടുത്തിട്ട് ഐഡ് ലൈക്ക് ടു റിട്ടേൺ ദിസ് ടീഷർട്ട്. പറഞ്ഞു നോക്കൂ, ഐഡ് ലൈക്ക് ടു റിട്ടേൺ ദിസ് ടീഷർട്ട്. ഒരു ഗിഫ്റ്റായിരുന്നു സാധനം. ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ബട്ട് ഇറ്റ് ഡസൻറ്റ് ഫിറ്റ് ഹിം. ഇറ്റ് വാസ് എ ഗിഫ്റ്റ്, ഒരു ഗിഫ്റ്റായിരുന്നു. ഇറ്റ് വാസ് എ ഗിഫ്റ്റ്, പക്ഷെ അത് ഫിറ്റ് ആവണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് ഡസൻറ്റ് ഫിറ്റ് ഹിം, അയാൾക്ക് ഫിറ്റ് ആവണില്ല. ബട്ട് ഇറ്റ് ഡസൻറ്റ് ഫിറ്റ് ഹിം. ഒന്നുകൂടെ പറയോ? അതിൽ നിന്ന് ചിലപ്പോൾ ഹലോ പറയാം. ഹലോ, ഐഡ് ലൈക്ക് ടു റിട്ടേൺ ദിസ് ടീഷർട്ട്. ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ബട്ട് ഇറ്റ് ഡസൻറ്റ് ഫിറ്റ് ഹിം. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആയോ? പിന്നെ ക്ലിയർ ആയില്ലേ? ഹലോ, ഐഡ് ലൈക്ക് ടു റിട്ടേൺ ദിസ് ടീഷർട്ട്. ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ബട്ട് ഇറ്റ് ഡസൻറ്റ് ഫിറ്റ് ഹിം. ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ സ്റ്റോറിലെ ആളെന്താ ചോദിക്കുക? റെസീറ്റ് ഉണ്ടോ എന്ന്. അതെങ്ങനെ ചോദിക്കുക? ഷുവർ, ഡു യു ഹാവ് ദ റെസീറ്റ് വിത്ത് യു? അതൊക്കെ ഓക്കെ, റിട്ടേൺ വേണമെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി. ഷുവർ, ബട്ട് ഡു യു ഹാവ് ദ റെസീറ്റ് വിത്ത് യു? റെസീപ്റ്റ് അല്ല കേട്ടോ, റെസീറ്റ്, പി സൈലൻ്റ് ആണേ. ഷുവർ, ഡു യു ഹാവ് ദ റെസീറ്റ് വിത്ത് യു? അപ്പം നമ്മുടെ കയ്യിലുണ്ട്. യെസ്, ഹിയർ ഇറ്റ് ഈസ്. ഇതാന്ന് പറയാൻ വേണ്ടിയിട്ട് ഹിയർ ഇറ്റ് ഈസ്. ഷുവർ, തീർച്ചയായും ഹിയർ ഇറ്റ് ഈസ്. അപ്പോൾ സ്റ്റോറിലെ ആളെന്ത് ചോദിക്കും? നിങ്ങൾക്കത് റിട്ടേൺ ചെയ്തിട്ട് കാശാണോ വേണ്ടത്, അതോ വേറെ ഒരെണ്ണം മാറ്റിയെടുക്കണോ? അങ്ങനെ ചോദിക്കില്ലേ? അതെങ്ങനെ ചോദിക്കും? താങ്ക് യു. അപ്പോൾ തന്ന റെസീറ്റിന് താങ്ക് യു പറയും. അത് കഴിഞ്ഞിട്ട് വുഡ് യു ലൈക്ക് ടു എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ എ ഡിഫറെൻറ്റ് സൈസ്? വേറൊരു സൈസിലെ സാധനമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യണോ? വുഡ് യു ലൈക്ക് ടു എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ എ ഡിഫറെൻറ്റ് സൈസ്? എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ സംതിങ്. എന്ത് വെച്ചാണ് നമ്മൾ റീപ്ലേസ് ചെയ്യണേ, എക്സ്ചേഞ്ച് ചെയ്യണേ, ആ സാധനം പറയാം. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. വുഡ് യു ലൈക്ക് ടു എക്സ്ചേഞ്ച് ഇറ്റ് എന്ത് വെച്ചിട്ട്? ഫോർ എ ഡിഫറെൻറ്റ് സൈസ്. അല്ലെങ്കിലോ റീഫണ്ട് മതിയോ എന്ന്? ഓർ ഗെറ്റ് എ റീഫണ്ട്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഷുവർ, ഡു യു ലൈക്ക് ടു എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ എ ഡിഫറെൻറ്റ് സൈസ് ഓർ ഗെറ്റ് എ റീഫണ്ട്? ഏതാ വേണ്ടത്? അപ്പോൾ കസ്റ്റമർ പറയാണ് റീഫണ്ട് കിട്ടുമെങ്കിൽ അതാ നല്ലത്. അങ്ങനെ പറയില്ലേ?
അങ്ങനെ പറയും. I'd prefer a refund. I'd prefer a refund if that's possible. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ, if that's possible. I'd prefer a refund. ഒരു റീഫണ്ടാണ് എനിക്ക് താല്പര്യം, if that's possible. അത് പറ്റുമെങ്കിൽ. അപ്പോൾ സ്റ്റോറിലാണ് എന്താ പറയുക? അത് കുഴപ്പമില്ല. അങ്ങനെ പറയും, no problem, no problem. Let me process that for you. Let me process that for you എന്ന് വെച്ചാൽ ഞാനത് എൻ്റെ കാര്യങ്ങൾ ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു കമ്പ്യൂട്ടറിൽ അടിക്കുകയാണെങ്കിൽ പറയും, ഒരു മിനിറ്റ് എന്ന് പറയല്ലേ, just a moment, just a moment, just a moment, ഒരു നിമിഷം, just a moment. നിങ്ങൾ ഏത് കാർഡ് ഉപയോഗിച്ചാണോ വാങ്ങിച്ചത് അല്ലെങ്കിൽ ഏത് പേയ്മെൻറ്റ് മെത്തേഡിലാണോ വാങ്ങിച്ചത് അതിലേക്ക് അത് തിരിച്ചു വരും. എങ്ങനെ പറയും? The amount will be refunded. ഇപ്പോൾ റീഫണ്ട് ചെയ്യും. The amount will be refunded to the original payment method. ഏത് മെത്തേഡ് വെച്ചിട്ടാണോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തത്, ചിലവർ കാർഡ് വെച്ചിട്ടായിരിക്കും, ചിലവർ GPay വെച്ചിട്ടായിരിക്കും. അപ്പോൾ ടു ദ ഒറിജിനൽ പേയ്മെൻറ്റ് മെത്തേഡ്, നിങ്ങൾ ഏത് മെത്തേഡ് വെച്ചാണോ പേ ചെയ്തത് ആ മെത്തേഡിലേക്ക് കാശ് തിരിച്ചു വരും കേട്ടോ. The amount will be refunded to the original payment method. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടുന്നത്. അതെങ്ങനെ ചോദിക്കും? Do you know how long it will take? Do you know? നിങ്ങൾക്ക് അറിയാമോ? Do you know how long? എത്ര സമയം എടുക്കുമെന്ന്. How long it will take? അപ്പം ഇത് ഞാൻ പണ്ടൊരു ഷോർട്സ് ഇട്ട് ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു, എത്ര ദൂരം എന്ന് പറയുമ്പോൾ ഹൗ ലോങ് എന്ന് പറയും. അല്ല, എത്ര സമയമാണ് ഹൗ ലോങ്. എത്ര ദൂരം ഹൗ ഫാർ ആണ് കേട്ടോ. ഹൗ ഫാർ ഇസ് ദ റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ പറയാം. ഹൗ ഫാർ പഠിച്ചു വെച്ചോളൂ, ഇതൊന്നും അല്ലാണ്ട് കിട്ടാൻ കുറച്ച് പാടാ. എത്ര ദൂരം, ഹൗ ഫാർ. എത്ര സമയം എടുക്കും, ഹൗ ലോങ്. അപ്പോൾ ശരിക്കും നമ്മൾ ചോദിക്കണമെങ്കിൽ എത്ര സമയം എടുക്കും എന്ന് ചോദിക്കണമെങ്കിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്. പഠിച്ചു വെച്ചോളൂ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്. പക്ഷേ ഇതിൻ്റെ മുന്നിൽ നിങ്ങൾക്കറിയാമോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് മുതലായ എന്തെങ്കിലും ചേർക്കുകയാണെങ്കിൽ സെൻറ്റൻസ് കുറച്ച് മാറും. സാധാരണ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്, വിൽ ഇറ്റ് ടേക്ക്. ഡു യു നോ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക്. ആ ഇറ്റ് വില്ലും വില്ലിറ്റും മാറിയത് കണ്ടോ? ഡു യു നോ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക്. ഡു യു നോ ചോദിക്കണമെങ്കിൽ, നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കണമെങ്കിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് അങ്ങനെ ചോദിക്കാം. ഇത് മാറിപ്പോരുതേ. ഇത് പഠിച്ചു വരുന്നവർക്ക് കണ്ടിട്ടുള്ളൊരു മിസ്റ്റേക്കാണേ. ഒരു 3 മുതൽ 5 ദിവസം വരെ ബിസിനസ് ഡേയ്സ് എടുക്കും, അങ്ങനെ പറയും. യൂഷ്വലി ഇറ്റ് ടേക്സ് 3 to 5 ബിസിനസ് ഡേയ്സ്. യൂഷ്വലി, സാധാരണ, ഇറ്റ് ടേക്സ് 3 to 5 ബിസിനസ് ഡേയ്സ്. യൂഷ്വലി, സാധാരണയായി, ഇറ്റ് ടേക്സ്, അതെടുക്കും 3 to 5 ബിസിനസ് ഡേയ്സ്. സാധാരണ ഒരു 3 മുതൽ 5 ദിവസം വരെ എടുക്കും, അങ്ങനെ പറയില്ലേ. യൂഷ്വലി ഇറ്റ് ടേക്സ് 3 to 5 ബിസിനസ് ഡേയ്സ്. അപ്പോൾ നമ്മൾ ഓക്കെ, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് എന്ന് പറയാം അല്ലേ. നന്ദി, സഹായിച്ചതിന് നന്ദി, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. അപ്പോൾ സ്റ്റോറിൽ ആളെന്ത് പറയും? മൈ പ്ലഷർ, എൻ്റെ സന്തോഷം അല്ലേ. നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അവിടെ നിൽക്കണേ സ്റ്റോറിൽ. മൈ പ്ലഷർ, ഹാവ് എ വണ്ടർഫുൾ ഡേ അല്ലെങ്കിൽ ഹാവ് എ നൈസ് ഡേ. എപ്പോഴും ഗ്രീറ്റ് ചെയ്തിട്ട് വേണം സ്റ്റോറിൽ നിൽക്കുന്ന ആൾക്കാർ അപ്പുറത്തെ കസ്റ്റമേഴ്സിനെ നമ്മൾ ബൈ പറയേണ്ടത്. ഹാവ് എ വണ്ടർഫുൾ ഡേ, ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറയാം. ഈ സ്റ്റോറിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഇംഗ്ലീഷ് എങ്ങനെയാണ് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ കേട്ടോ. നിങ്ങൾ കുറച്ച് മുമ്പ് ചോദിച്ചാൽ കുറേ പേര് ചോദിക്കാറുണ്ട്. ഞാൻ അതിന് പറ്റിയ കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ. പിന്നെ എന്തൊക്കെ ടൈപ്പ് കോൺവെർസേഷൻസാണ് വേണ്ടേ അതൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, താഴെ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ അന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.